ഒളിക്യാമറ പേടിച്ചാണ് തങ്ങൾ കഴിയുന്നതെന്നും കാരവാനിൽ പോലും ഒളിക്യാമറയുണ്ടോ എന്ന ആശങ്കയാണെന്നും പറയുകയാണ് നടി പ്രിയങ്ക അനൂപ്. സിനിമാ താരങ്ങൾ എന്ന പുതിയ സിനിമയുടെ പൂജാവേളയിലായിരുന്നു നടിയുടെ തുറന്നു പറച്ചിൽ. അതേസമയം ഇത്തരം പ്രശ്നങ്ങൾ എല്ലാ മേഖലയിലും നടക്കുന്നുണ്ടെന്നും മലയാള സിനിമയെ മാത്രം കുറ്റപ്പെടുത്തരുതെന്നും നടി കൂട്ടിച്ചേർത്തു. ഒരാളുടെ കൂടെ പോയി കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ട് വിളിച്ചു പറയുന്നത് എന്തിനാണെന്നും പ്രതികരിക്കേണ്ട സമയത്ത് തന്നെ പ്രതികരിക്കണമെന്നും പ്രിയങ്ക അനൂപ് പറയുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണെന്നും പ്രിയങ്ക കൂട്ടിച്ചേർത്തു. അതേക്കുറിച്ച് പ്രിയങ്കയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: കഷ്ടപ്പെട്ട് സംസാരിച്ചാണ് നമ്മൾ ഒരു ക്യാരവാൻ വേണമെന്ന് പ്രൊഡ്യൂസറോട് ആവശ്യപ്പെടുന്നത്. സുഖമായിട്ട് കിടക്കാനല്ല, ഞങ്ങൾക്ക് സാരി മാറാനും പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനുമാണ്. ഇപ്പോൾ പലതരത്തിലുള്ള മുട്ടലുകളുമുണ്ടല്ലോ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ക്യാമറ എന്ന് പറയുന്നത് ബട്ടൺസിലും പൊട്ടിലും വരെ വെച്ച് നടക്കുന്ന കാലമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ സേഫ് ആയിട്ട് ഇരിക്കുമെന്നാണ് പ്രിയങ്ക അനൂപ് ചോദിക്കുന്നത്. അതുകൊണ്ട് ക്യാരവാനിൽ പോലും തങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് ഡ്രസ്സ് മാറുന്നതെന്നും അതിനകത്ത് ക്യാമറയുണ്ടോ എന്ന് പറയാൻ പറ്റില്ല എന്നും പ്രിയങ്ക പറയുന്നുണ്ട്. വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുക. ഇനി എന്ത് കണ്ടാലും എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിതിൽ കൂടുതലൊന്നും സൂക്ഷിച്ച് നടക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയായിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ജോലി ചെയ്യാനും നമ്മുടെ ധൈര്യവും തന്റെ ഇടവും മാത്രം മതി. ഒരാളുടെ കൂടെ പോയി കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിഞ്ഞ് വിളിച്ചു പറയുകയാണ് അതിന്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ പ്രതികരിക്കണം, പ്രതികരിച്ചിട്ട് മുന്നോട്ട് പോയി നോക്ക്. എത്ര വർഷമാണെങ്കിലും താൻ ഇങ്ങനെ തന്നെ നിൽക്കും. കാരണം തനിക്ക് ധൈര്യമുണ്ടെന്നും സിനിമാ ഫീൽഡിനെ മാത്രം ആരും കുറ്റം പറയേണ്ട, ഇതുപോലുള്ള പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളും നടക്കുന്നുണ്ടെന്നും പ്രിയങ്ക പറയുന്നു. 3 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ പീഡിപ്പിക്കുന്നില്ലേ? എന്നിട്ടും ഈ സിനിമാ ഫീൽഡിൽ മാത്രം എന്താണ് പ്രത്യേകത? തന്റെ ബ്രദറിന്റെ കൂടെ പോയാലും തന്റെ ഭർത്താവ് അനൂപ് പോയി വേറെ ആളാണ് കേട്ടോ എന്ന് പറയുന്നത് താൻ കേട്ടിട്ടുണ്ടെന്നും സിനിമാക്കാർ അറിയപ്പെടുന്നു എന്നുള്ളത് കൊണ്ടുള്ള പ്രശ്നമാണെന്നും സിനിമ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. സിനിമയിൽ അഭിനയിച്ചത് കൊണ്ട് മാത്രമാണ് തനിക്ക് എവിടെ ചെന്നാലും ഒരു പ്രയോറിറ്റി കിട്ടുന്നതെന്നും പ്രിയങ്ക അനൂപ് പറയുന്നു. നമ്മൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. തന്റെ വാതിലിന്റെ കുറ്റി തുറക്കണമോ എന്ന് തീരുമാനിക്കുന്നത് താനാണ്. അത് തുറന്നത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്ക് അഭിനയിക്കാൻ കഴിവുണ്ടോ, ജനങ്ങൾ നമ്മളെ സ്വീകരിച്ചിട്ടുണ്ടോ എങ്കിൽ തീർച്ചയായും നമുക്ക് അവസരങ്ങളും ലഭിക്കുമെന്നും പ്രിയങ്ക വ്യക്തമാക്കി. അതേസമയം തനിക്കുണ്ടായ മോശം അനുഭവം നടി പ്രിയങ്ക അനൂപ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. തനിക്ക് ഒരു നടനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ അയാളെ താൻ കൈകാര്യം ചെയ്തുവെന്നുമായിരുന്നു പ്രിയങ്ക അനൂപ് മുൻപ് പറഞ്ഞത്. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രിയങ്കയുടെ തുറന്നു പറച്ചിൽ. മോശമായി പെരുമാറിയയാൾ ഇപ്പോഴും മലയാള സിനിമയിലുണ്ടെന്നും മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആളാണ്. ഇപ്പോൾ കണ്ടാൽ പോലും പുള്ളിക്ക് സംസാരിക്കാൻ നേരമില്ല എന്നും പ്രിയങ്ക പറഞ്ഞു. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വെറുക്കപ്പെട്ടവൾ, ഉപകാരങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്നും അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് കൊണ്ടാകാമെന്നും പേടി ഉണ്ടാകുമെന്നുമാണ് പ്രിയങ്ക പറഞ്ഞത്. ആ സംഭവം താൻ ഇപ്പോൾ പറഞ്ഞാൽ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അറിയാമോ എന്നും എന്നിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ആ അഹങ്കാരം കാണുമ്പോൾ തനിക്ക് പറയണമെന്ന് തോന്നുമെന്നും താൻ അതൊരിക്കൽ പറയും. കാരണം ഇനിയും ഒരുപാട് തലമുറകൾ സിനിമയിലേക്ക് വരാനുണ്ട്, അവർക്ക് ബുദ്ധിമുട്ടാകരുത് എന്നും പ്രിയങ്ക എന്ന് പറഞ്ഞു. ഈ ഫീൽഡിലുള്ള ഈ പുഴുക്കുത്തുകളൊക്കെ പോകട്ടെ, സിനിമ നല്ല ഫീൽഡാണെന്നും ഇതുപോലുള്ള കുറച്ച് ആളുകൾ നശിപ്പിക്കുകയാണെന്നും അവർക്കൊന്നും അടിമപ്പെടാനുള്ളതല്ല നമ്മളുടെ ജീവിതമെന്നും പ്രിയങ്ക പറഞ്ഞു. അതേസമയം തന്റെ അഭിമുഖങ്ങൾ ആ നടൻ കാണുന്നുണ്ടാകുമെന്നും പ്രിയങ്ക പറഞ്ഞിരുന്നു. TV കാണുന്ന ആളാകുമല്ലോ, താൻ പറയുന്നത് കേട്ടാൽ മനസ്സിലാകാനുള്ള ബോധം അയാൾക്കുണ്ടാകുമെന്നും അതിനുവേണ്ടി തന്നെയാണ് താൻ ഇതിപ്പോൾ പറയുന്നതെന്നും പ്രിയങ്ക പറഞ്ഞു. തനിക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇനി അതൊന്നും പറയാനില്ല എന്നും തന്നെ ഉപദ്രവിക്കാൻ വന്നവരെ താൻ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നും ഇപ്പോഴത്തെ ജീവിതം തന്റെ ദാനമായി കണക്കാക്കിയാൽ മതിയെന്നും താൻ തെളിവ് സഹിതമേ പറയുകയുള്ളൂ. എല്ലാത്തിനും തന്റെ അമ്മ സാക്ഷിയാണെന്നും ഒന്നിനും പോകേണ്ട, എടുത്തുചാട്ടം കാണിക്കരുതെന്നാണ് തന്റെ അമ്മ പറയാറുള്ളതെന്നും പ്രിയങ്ക വ്യക്തമാക്കിയിരുന്നു. താൻ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് നേരിടുന്ന സമയമാണ്. താനിത് പറഞ്ഞാൽ കാശിന് വേണ്ടി പറയുന്നതാകുമെന്ന് ചില ആൾക്കാർ പറയും. അത് കേൾക്കാൻ താൻ തയ്യാറല്ല എന്നും തന്റെ പ്രശ്നങ്ങൾ തീരട്ടെ എന്ന് കരുതിയാണ് ഇപ്പോൾ ആ ബോംബ് പൊട്ടിക്കാതിരിക്കുന്നതെന്നും പക്ഷെ താനത് പറയുമെന്നും പ്രിയങ്ക കൂട്ടിച്ചേർത്തിരുന്നു. 3 കാര്യങ്ങളാണ് താൻ എല്ലാവരോടും പറയാറുള്ളത്. തന്നെ മദ്യപാനത്തിന് നിർബന്ധിക്കരുത്, താൻ ഒരു ലഹരി വസ്തുവും ഉപയോഗിക്കില്ല, വൈൻ പോലും കുടിക്കില്ല. രണ്ടാമത് സാമ്പത്തികം ചോദിക്കരുത്, കാരണം അത് തന്റെ കയ്യിലില്ല, ഉള്ളപ്പോൾ സഹായിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്റെ കയ്യിലില്ല, അതിനാൽ ചോദിക്കരുത്. മൂന്നാമത് 10 കോടി മുന്നിൽ വെച്ചാലും തന്നെ ചോദിക്കരുതെന്നതാണെന്നും തന്നെ കിട്ടില്ല എന്നും എത്ര കഷ്ടപ്പെട്ടാലും താൻ ആ പണിക്ക് പോകില്ല, ഏതറ്റം വരെയും കഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും പക്ഷെ ആരുടെയും കൂടെ പോകില്ല എന്നും പ്രിയങ്ക അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ലൈംഗിക പീഡന ആരോപണത്തെ തുടർന്ന് കേസിൽപ്പെട്ട നടനിൽ നിന്ന് തനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ പക്ഷെ ആ നടന്റെ പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലെന്നും പിന്നീട് അത് വെളിപ്പെടുത്തുമെന്നും അവരുടെ കുടുംബത്തെ ഓർത്ത് മാത്രമാണ് താനിത് പറയാത്തതെന്നും പ്രിയങ്ക പറഞ്ഞിരുന്നു. അതേസമയം നടി കാവേരിയും താനും തമ്മിലുള്ള കേസിനെ പറ്റിയും മുൻപൊരു അഭിമുഖത്തിൽ പ്രിയങ്ക അനൂപ് സംസാരിച്ചിട്ടുണ്ട്. കാവേരിയുമായുള്ള പ്രശ്നവും തനിക്കെതിരെ മുൻപ് വന്ന വിവാദങ്ങൾക്കും പിന്നിൽ ക്രൈം നന്ദകുമാർ ആണെന്നാണ് പ്രിയങ്ക എന്ന് പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.